അംഗേ പഞ്ചാംഗരാഗൈരതിശയ വികസത് സൗരഭാതൃഷ്ടലോകം ലീനാനേയത്രിലോകീ വിതതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മിന്യസ്തതപ്തോജ്വലകനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്രരശ്മിസ്ഫുടമണിരസനാ കിങ്ങിണീമണ്ഡിതം ത്വം. അംഗേ പഞ്ചാംഗരാഗൈരതിശയ വികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേയത്രിലോകീ വിതതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മിന്യസ്തതപ്തോജ്വലകനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്രരശ്മിസ്ഫുടമണിരസനാ കിങ്ങിണീമണ്ഡിതം ത്വം. കൗസ്തുഭരത്നത്തിന്റെ ശോഭ കൊണ്ട് ചുകന്ന പ്രകാശിക്കുന്ന കണ്ഠപ്രദേശം, ഗുരുവായൂരപ്പ അവിടുത്തെ കണ്ഠപ്രദേശം ശ്രീവത്സം എന്ന മറുകുകൊണ്ട് അതിമനോഹരമായി തോന്നിക്കുന്ന മാറിൽ ധാരാളം മുത്തുമാലകൾ ഇളകി കളിക്കുന്നു. പിന്നെ ഗുരുവായൂരപ്പ പൂക്കളെ കൊണ്ടും തളിരുകളെ കൊണ്ടും കോർത്ത് ഉണ്ടാക്കിയ വനമാല ഞാന്ന് തൂങ്ങിക്കിടക്കുന്നു അവിടുത്തെ മാറിൽ. പൂക്കളുടെ സൗരഭ്യം കൊണ്ട് വണ്ടുകൾ വനമാലയ്ക്ക് ചുറ്റും പാറിപ്പറക്കുന്നു. അപ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടെ മാറിൽ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന വനമാലയെയും അങ്ങയുടെ രത്നമാലയെയും ഞാൻ ധ്യാനിക്കുന്നു കണ്ണ. ഇനി 7-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ അംഗേ പഞ്ചാംഗരാഗൈഹി അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം എന്ന് പറയുന്നു ശ്ലോകത്തില്. അംഗേ പഞ്ചാംഗരാഗൈഹി അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തിൽ പഞ്ചാംഗരാഗം എന്നൊക്കെ പറയുമ്പോൾ ഹരിചന്ദനം തുടങ്ങിയ കാര്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയ കുറിക്കൂട്ടുകൊണ്ട് അതിശയിപ്പിക്കത്തക്കവണ്ണം എല്ലാ ദിക്കിലും വ്യാപിക്കുന്ന സുഗന്ധം കൊണ്ട് ലോകത്തെ അല്ലെങ്കിൽ ഭക്തന്മാരെ ആകർഷിക്കുന്നവനും എന്നാണ്. അംഗേ പഞ്ചാംഗരാഗൈഹി അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം എന്നൊക്കെ പറയുമ്പോൾ അതിശയിപ്പിക്കത്തക്കവണ്ണം എല്ലാ ദിക്കിലും വ്യാപിക്കുന്ന സുഗന്ധം കൊണ്ട് സൗരഭാകൃഷ്ടലോകം എന്നൊക്കെ പറയുമ്പോൾ സുഗന്ധം കൊണ്ട് ലോകത്തെ മുഴുവൻ ഭക്തന്മാരെ ആകർഷിക്കുന്നവനും എന്നാണ്. അംഗേ ശരീരത്തിൽ പഞ്ചാംഗരാഗൈഹി എന്ന് പറയുമ്പോൾ ഹരിചന്ദനം തുടങ്ങിയ കാര്യങ്ങൾ ചേർത്തുണ്ടാക്കിയ കുറിക്കൂട്ട് കൊണ്ട് എന്നാണ്. അപ്പൊ അംഗേ പഞ്ചാംഗരാഗൈഹി അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഹരിചന്ദനം തുടങ്ങിയവ ചേർത്ത് ഉണ്ടാക്കിയ കുറിക്കൂട്ട് കൊണ്ട് അതിശയിപ്പിക്കത്തക്കവണ്ണം എല്ലാ ദിക്കിലും വ്യാപിക്കുന്ന സുഗന്ധം കൊണ്ട് ആകൃഷ്ടലോകം ലോകങ്ങളെ മുഴുവൻ ഭക്തന്മാരെ ആകർഷിക്കുന്നവനും
പിന്നെ പറയണു ലീനാനേക ത്രിലോകീ വിതതിം അപി. ലീനാനേക ത്രിലോകീ വിതതിം അപി എന്ന് പറയുമ്പോൾ അനേകം ലോകങ്ങൾ ഉള്ളിൽ ലയിച്ച് കിടന്നിട്ടും, അതായത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു എന്നിട്ടും, ലീനാനേക ത്രിലോകീ വിതതിം അപി എന്ന് പറയുമ്പോൾ അനേകം ലോകങ്ങൾ, ലീനാനേക ത്രിലോകി എന്നൊക്കെ പറയുമ്പോൾ അനേകം ലോകങ്ങൾ ഉള്ളിൽ ലയിച്ച് കിടന്നിട്ടും അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ്. എന്നിട്ടും എന്താണ്? കൃശാം ബിഭ്രതം മധ്യവല്ലീം എന്ന് പറയുന്നു ശ്ലോകത്തില്. കൃശാം മധ്യവല്ലീം ബിഭ്രതാം എന്ന് പറയുമ്പോൾ, കൃശാം മധ്യവല്ലീം ബിഭ്രത എന്ന് പറയുമ്പോൾ മെലിഞ്ഞ് ചടച്ച് മനോഹരമായ നടുവിനെ, അരക്കെട്ടിനെ വഹിക്കുന്നവനും. നടുവിനെ എന്ന് പറയുമ്പോൾ അരക്കെട്ടിനെ വഹിക്കുന്നവനും എന്ന് പറയാം. അപ്പോ ലീനാനേക ത്രിലോകീ വിതതിം അപി കൃശാം മധ്യവല്ലീം ബിഭ്രതാം എന്നാണ് പറഞ്ഞത്. അനേകം ലോകങ്ങള് ഉള്ളിൽ ലയിച്ചു കിടന്നിട്ടും, അതായത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങള് ഉള്ളിൽ നിറഞ്ഞിരുന്നിട്ടും, കൃശാം മധ്യവല്ലീം ബിഭ്രതാം മെലിഞ്ഞ ചടച്ച് അതിമനോഹരമായ നടുവിനെ അല്ലെങ്കിൽ അരക്കെട്ടിനെ വഹിക്കുന്നവനും. നല്ല ഒതുങ്ങിയ അരക്കെട്ട്, ഗുരുവായൂരപ്പ അവിടുത്തെ അരക്കെട്ട് നല്ല ഒതുങ്ങിയ അരക്കെട്ട്. അതിൻ്റെ ഉള്ളിലോ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്നിട്ടും വളരെ ഒതുങ്ങിയ അരക്കെട്ട് എന്നാണ്. അതാണ് പറഞ്ഞ ലീനാനേക ത്രിലോകീ വിതതിം അപി കൃശാം മധ്യവല്യം ബിഭ്രതാം എന്ന് പറയുമ്പോൾ അനേകം ലോകങ്ങൾ ഉള്ളിൽ ലയിച്ചു കിടന്നിട്ടും, അതായത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉള്ളിൽ നിറഞ്ഞിരുന്നിട്ടും, കൃശാം മധ്യവല്യം ബിഭ്രതാം മെലിഞ്ഞ് ചടച്ച് അതിമനോഹരമായ നടുവിനെ, അരക്കെട്ടിനെ വഹിക്കുന്നവനും, വളരെ ഒതുങ്ങിയ അതിമനോഹരമായ അരക്കെട്ടിനെ വഹിക്കുന്നവനും. പിന്നെ ശക്രാശ്മിന്യസ്ത തപ്തോജ്വല കനകനിഭം എന്ന് പറയുന്നു. ശക്രാശ്മിന്യസ്ത തപ്തോജ്വല കനകനിഭം എന്ന് പറയുമ്പോൾ ഇന്ദ്രനീലക്കല്ലിൽ പതിച്ചിരിക്കുന്ന ഉരുകിയ സ്വർണം പോലെ. ശക്രാശ്മിന്യസ്ത തപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം എന്ന് പറയുന്നുണ്ട്. ശക്രാശ്മിന്യസ്ത തപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം എന്ന് പറയുമ്പോൾ ഇന്ദ്രനീലക്കല്ലിൽ പതിച്ചിരിക്കുന്ന ഉരുകിയ സ്വർണം പോലെ, പീതചേലം ദധാനം മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നവനും ആണ്. ശക്രാശ്മിന്യസ്ത തപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം. ഇന്ദ്രനീലക്കല്ലിൽ ന്യസ്ത എന്നൊക്കെ പറയുമ്പോൾ പതിച്ചിരിക്കുന്ന, തപ്തോജ്വല കനകനിഭം ഉരുകിയ സ്വർണം പോലെ, പീതചേലം ദധാനം മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നവനും, അതായത് അതിമനോഹരമായ നീല നിറത്തിലുള്ള ശരീരം. ഇന്ദ്രനീലക്കല്ല് പോലെ അതിമനോഹരമായ നീല നിറത്തിലുള്ള ശരീരം. ആ ശരീരത്തിൽ മഞ്ഞപ്പെട്ട് ചുറ്റിയിരിക്കുന്നു. അതാണ് പറയണത് ശക്രാശ്മിന്യസ്ത തപ്തോജ്വല കനകനിഭം എന്നൊക്കെ. ശക്രാശ്മിന്യസ്ത തപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം.
ഇന്ദ്രനീലക്കല്ലിൽ പതിച്ചിരിക്കുന്ന ഉരുകിയ സ്വർണം പോലെ മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നവനും. പിന്നെയോ ദീപ്രരശ്മി സ്ഫുടമണിരസന കിങ്ങിണി മണ്ഡിതം എന്ന് പറയുന്നു. ദീപ്രരശ്മി സ്ഫുടമണിരസന കിങ്ങിണി മണ്ഡിതം എന്ന് പറയുമ്പോൾ വ്യക്തമായി പ്രകാശിക്കുന്ന രശ്മികളോട് കൂടിയ മണികൾ പതിഞ്ഞിരിക്കുന്ന അരഞ്ഞാണിൽ കിങ്ങിണികൾ തിളങ്ങുന്നവനും ആയ. ദീപ്രരശ്മി സ്ഫുടമണി രസന കിങ്ങിണി മണ്ഡിതം വ്യക്തമായി പ്രകാശിക്കുന്ന രശ്മികളോട് കൂടിയ മണികൾ പതിഞ്ഞിരിക്കുന്ന എന്നതാണ്. ദീപ്രരശ്മി സ്ഫുടമണി രസന എന്നൊക്കെ പറയുമ്പോൾ വ്യക്തമായി പ്രകാശിക്കുന്ന രശ്മികളോട് കൂടിയ മണികൾ പതിഞ്ഞിരിക്കുന്ന അരഞ്ഞാണ്. ആ അരഞ്ഞാണിൽ കിങ്ങിണി മണ്ഡിതം എന്നൊക്കെ പറയുമ്പോൾ കിങ്ങിണികൾ തിളങ്ങുന്നവനും ആയ. അപ്പോ ദീപ്രരശ്മി സ്ഫുടമണി രസന കിങ്ങിണി മണ്ഡിതം വ്യക്തമായി പ്രകാശിക്കുന്ന രശ്മികളോട് കൂടിയ മണികൾ പതിഞ്ഞിരിക്കുന്ന അരഞ്ഞാണിൽ കിങ്ങിണികൾ തിളങ്ങുന്നവനും ആയ. ഗുരുവായൂരപ്പ ത്വാം ധ്യായാമ, അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. ത്വാം ധ്യായാമ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ കുറേ വിശേഷണങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ ത്വാം ധ്യായാമ, അങ്ങനെയുള്ള അപ്രകാരമുള്ള അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. അംഗേ പഞ്ചാംഗരാഗൈഹി അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം, ശരീരത്തിൽ ഹരിചന്ദനം തുടങ്ങിയവ ചേർത്ത് ഉണ്ടാക്കിയ കുറിക്കൂട്ടുകൊണ്ട് അതിശയിപ്പിക്കത്തക്കവണ്ണം എല്ലാ ദിക്കിലും വ്യാപിക്കുന്ന സുഗന്ധം കൊണ്ട് ലോകങ്ങളെ മുഴുവൻ ആകർഷിക്കുന്നവനും. പിന്നെ ലീനാനേകത്രിലോകീ വിതതിം അപി കൃശാം മധ്യവല്ലിം ബിഭ്രതാം. ലീനാനേകത്രിലോകീ വിതതിം അപി കൃശാം മധ്യവല്ലിം ബിഭ്രതാം എന്ന് പറയുമ്പോൾ അനേക ലോകങ്ങൾ ഉള്ളിൽ ലയിച്ചു കിടന്നിട്ടും, അതായത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉള്ളിൽ നിറഞ്ഞു കിടന്നിട്ടും മെലിഞ്ഞ് ചടച്ച് അതിമനോഹരമായ നടുവിനെ അല്ലെങ്കിൽ അരക്കെട്ടിനെ വഹിക്കുന്നവനും. കൃശാം മധ്യവല്ലിം ബിഭ്രതാം, മെലിഞ്ഞ് ചടച്ച് അതിമനോഹരമായ നടുവിനെ അല്ലെങ്കിൽ അരക്കെട്ടിനെ വഹിക്കുന്നവനും. അതായത് വളരെ ഒതുങ്ങിയ മനോഹരമായ അരക്കെട്ടോടു കൂടിയവനും ആണ്. പിന്നെ ശക്രാശ്മിന്യസ്ത തപ്തോജ്വല കനകനിഭം, ഇന്ദ്രനീലക്കല്ലിൽ പതിച്ചിരിക്കുന്ന ഉരുകിയ സ്വർണം പോലെ പീതചൈലം ദധാനം, മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നവനും. അപ്പോ ശക്രാശ്മിന്യസ്ത തപ്തോജ്വല കനകനിഭം പീതചൈലം ദധാനം, ഇന്ദ്രനീലക്കല്ലിൽ പതിച്ചിരിക്കുന്ന ഉരുകിയ സ്വർണം പോലെ മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നവനും. ഇന്ദ്രനീലക്കല്ലുപോലെ അതിമനോഹരമായ ഗുരുവായൂരപ്പ അവിടുത്തെ ശരീരത്തിൽ മഞ്ഞപ്പെട്ട് ചുറ്റിയിരിക്കുന്നു എന്നാണ്. ശക്രാശ്മിന്യസ്ത തപ്തോജ്വല കനകനിഭം, ഇന്ദ്രനീലക്കല്ലിൽ പതിച്ചിരിക്കുന്ന ഉരുകിയ സ്വർണം പോലെ മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നവനും. പിന്നെ പറയണു ദീപ്രരശ്മി സ്ഫുടമണിരസന കിങ്കിണി മണ്ഡിതം, വ്യക്തമായി പ്രകാശിക്കുന്ന രശ്മികളോട് കൂടിയ മണികൾ പതിഞ്ഞിരിക്കുന്ന അരഞ്ഞാണ്. ആ അരഞ്ഞാണിൽ കിങ്ങിണികൾ തിളങ്ങുന്നവനും.
ദീപ്രരശ്മി സ്ഫുടമണി രസന കിങ്ങിണി മണ്ഡിതം എന്ന് പറയുമ്പോൾ വ്യക്തമായി പ്രകാശിക്കുന്ന രശ്മികളോട് കൂടിയ മണികൾ പതിഞ്ഞിരിക്കുന്ന അരഞ്ഞാണിൽ കിങ്ങിണികൾ തിളങ്ങുന്നവനും ആയ ഗുരുവായൂരപ്പ ത്വാം ധ്യായാമ, ഇപ്രകാരമെല്ലാമുള്ള അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു.